ഹായ് ഡീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉണക്ക നെത്തോലി ചമ്മന്തിയാണ്. ഇത് എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല. ഇത് ഉണക്ക നെത്തോലി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാക്കറ്റ് ഉണക്ക നെത്തോലി എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത ശേഷം കഴുകി വൃത്തിയാക്കി നമുക്ക് ഫസ്റ്റ് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാനൊന്ന് ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ വേണമെന്ന് നിർബന്ധമില്ല. എണ്ണ ഇല്ലാതെ ജസ്റ്റ് ഇത് ഒന്ന് ചൂടാക്കി എടുത്താലും മതി. ഉണക്ക നെത്തോലി നല്ലതുപോലെ കഴുകി എടുത്തത് കൊണ്ട് ഒന്നിത് ചൂടാക്കി എടുക്കണം, എങ്കിലിത് ഡ്രൈ ആയി കിട്ടുള്ളൂ. ഇതുപോലെ ക്ലീൻ ചെയ്ത് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. അതിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതൊന്ന് ഫ്രൈ ചെയ്ത ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട തേങ്ങ നമുക്കൊന്ന് തിരുവിയെടുക്കണം. ഇത് ചമ്മന്തിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങയും മുളക് പൊടിയും ഉപ്പും കറിവേപ്പിലയും മാത്രം മതി. പുളിയും വെള്ളം ഒന്നും ആവശ്യമില്ല. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് തേങ്ങയും കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പൈസിക്ക് വേണമെങ്കിൽ കുറച്ച് എരിവുള്ള മുളക് പൊടി ഉപയോഗിക്കാം. അതും കുറച്ച് കറിവേപ്പില ഇട്ട് ജസ്റ്റ് ഒന്ന് ഒരു ക്രഷ് ചെയ്തെടുക്കണം. ചമ്മന്തിയുടെ പരുവത്തിലാക്കേണ്ട, കുറച്ചൊന്ന് ക്രഷ് ചെയ്ത ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്ക നെത്തോലി ഇതുപോലെ അതിൻ്റെ കൂടെ ഇട്ട് മിക്സ് ചെയ്ത് ഉടച്ചു കൊടുക്കണം. ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കാരണം ക്ലീൻ ചെയ്തപ്പോൾ മാക്സിമം ഉപ്പ് ഇതിന് പോയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇത് ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.